പായസം വേണോ? എന്ത് പായസം വേണം? ബ്ലാക്ക് പായസോ? പായസ കൊതിയന്മാരാണ് എൻ്റെ മക്കളും എൻ്റെ കെട്ടിയവനും. അപ്പൊ നമുക്കൊരു പായസം ഉണ്ടാക്കാം. കമോ, സാധനങ്ങൾ മേടിക്കാം. പായസം വെക്കാൻ ഞാൻ പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് കേട്ടോ. അങ്ങനെ തന്നെ തുമ്പിനെയും കൂട്ടി അടുത്തുള്ള കടയിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഡബിൾ ഹൗസിൻ്റെ പാലട മിക്സാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. 3 പാക്കറ്റ് പാലും അതേപോലെ തന്നെ ഒരു മിൽക്ക് മെയ്ഡും വാങ്ങിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ തുമ്പിക്കുട്ടിക്ക് ഒരു ഡയറി മിൽക്ക് മേടിച്ചിട്ടുണ്ട്. സുക്രുമണി ആനപ്പുഴയിലാണ് കേട്ടോ. അവനെ ഈ പായസം ഉണ്ടാക്കി വെച്ചിട്ട് വേണം കൊണ്ടുവരാൻ പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പായസത്തിൻ്റെ മിക്സായത് കാരണം വലിയ പണികളൊന്നും ഇല്ല കേട്ടോ. ഈ പാലങ്ങട് തിളപ്പിക്കുക, ഈ സംഭവങ്ങളൊക്കെ ഇടുക, ഇളക്കുക, വറ്റ മീൻസ് അത് വേവ, നമ്മൾ തീ ഓഫ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് പായസം വെക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതെൻ്റെ ഓൾ ടൈം പായസം വെക്കൽ ഇങ്ങനെ തന്നെയാണ്. ഞാൻ ജീവിതത്തിൽ മറ്റേ നാളികേരമൊക്കെ പിഴിഞ്ഞിട്ടൊരു പായസം വെക്കില്ലേ, പരിപ്പ് പായസം, അടപ്രഥമൻ, അങ്ങനത്തെ ഒന്നും വെച്ചിട്ടില്ല. കാരണം അതിനൊക്കെ കൂടുതൽ പണിയുമുണ്ട്. എനിക്കറിയില്ല താനും. ശർക്കരയൊക്കെ പിഴിഞ്ഞൊഴിച്ചു അത് എത്തൂലെങ്കിൽ 2ാം പാല് 3ാം പാൽ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ തലകറങ്ങും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ പായസങ്ങളൊന്നും ഞാൻ വെച്ചിട്ടില്ല. ഇതാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തുടങ്ങി വെക്കാൻ പോകുന്ന ഒന്നില്ലെങ്കിൽ പാലട വയ്ക്കും, അല്ലെങ്കിൽ സേമിയ പായസം വെക്കും കേട്ടോ. അങ്ങനെ 3 പാക്കറ്റ് പാല് നമ്മൾ കുക്കറിൽ വെച്ചു. കുക്കർ മീൻസ് എൻ്റെ വലിയ പാത്രം എന്ന് പറഞ്ഞാൽ ഈ ഒരു കുക്കർ മാത്രമേ ഉള്ളൂ ഇത് കൊള്ളാവുന്നത്. എന്നിട്ട് അത് തിളച്ചതിന് ശേഷം നമ്മൾ ആ മിക്സ് ചേർക്കണം കേട്ടോ. നമ്മൾ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ഇടണ്ട. അതിൽ പഞ്ചസാര ഉണ്ടാവും. പിന്നെ മിൽക്ക് മെയ്ഡ് വയ്ക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരമാവും കേട്ടോ. പിന്നെ എന്താണ്, മിൽക്ക് മെയ്ഡ് പൊട്ടിച്ചിട്ട് അതിൽക്കൊന്ന് കുറച്ചൊന്ന് വറ്റിക്കഴിയുമ്പോൾ അതിൽക്ക് ഇടുക. അപ്പം നല്ലൊരു കുറുകലും ഒരു ക്രീമി ടേസ്റ്റ് വരും കേട്ടോ. എൻ്റെ മോള് പതിവ് പോലെ തന്നെ ഫ്രിഡ്ജ് തുറക്കുന്നു അടക്കുന്നു തണുത്തോളം കുടിക്കുന്നു. പിന്നെ ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് കൂടുള്ളൂ. ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും എന്നെ കണ്ണ് വെട്ടിച്ച് തുറക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി കൂടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അധികം മൈൻഡ് വയ്ക്കാറില്ല. അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വെക്കും. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിയില്ല കേട്ടോ, അണ്ടിപ്പരിപ്പുകൾ മാത്രം കുറച്ചൊന്ന് വെട്ടിയല്ല മുറിച്ചിട്ടൊന്നും ഇടാണ് കേട്ടോ. മീനുകുട്ടി മിണ്ടാണ്ടിരിക്കൂ. ഞാൻ എപ്പോൾ വോയിസ് ഓവർ ചെയ്താലും കണ്ടില്ലേ മീനുകുട്ടി സമ്മതിക്കും. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. കുറച്ചധികം തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് സൂപ്പർ പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.